ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു DIY വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഇക്കാൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സിമ്പിൾ കാർഡാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 2 കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് പിങ്കും ഒന്നും റെഡ് കളറുമാണ്. 2 കളർ പേപ്പേഴ്സും ഒരേ സൈസായിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനതിൽ പിങ്ക് കളർ പേപ്പറിൽ ഞാൻ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ വെർട്ടിക്കൽ ലൈൻസ്, സ്റ്റാൻഡിങ് ലൈൻസിൽ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയാണ്. അത് നമുക്ക് അകത്തോട്ട് ഫോൾഡ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെർട്ടിക്കൽ ലൈൻസ് മാത്രമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് മുകളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം അത് അകത്തോട്ട് ഫോൾഡ് ചെയ്യുക. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെയർ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആ രണ്ടാമത്തെ വെർട്ടിക്കൽ ലൈൻസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതും ആ വരച്ചിരിക്കുന്നത് വരെ മാത്രം കട്ട് ചെയ്താൽ മതിയാകും. ഇതും അകത്തോട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പം അത് എങ്ങനെ ഫോൾഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടു നോക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ മുകളിലോട്ട് മടക്കുന്നില്ല. അത് മസ്റ്റായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതങ്ങനെ മുകളിലോട്ട് ഫോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അകത്തോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മിസ്സാവരുത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ലെയറും മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാം. കണ്ടില്ലേ, ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ അകത്ത് വരുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. പിന്നെ 2 സൈഡും സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ ഡെക്കറേഷനാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് പേപ്പർ കട്ടിങ്സ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹാർട്ട് ഷേപ്പിൻ്റെയും പിന്നെ കുറച്ച് ലെറ്റേഴ്സിൻ്റെയൊക്കെ പേപ്പർ കട്ടിങ്സ്. ഇത് ഞാൻ ഹാർട്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തത് സാധാ റെഡ് കളർ പേപ്പറിൽ നിന്നാണ്. ലെറ്റേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തത് പഴയ വെഡ്ഡിങ് കാർഡിൽ നിന്നാണ്. എൻ്റെ ഒരു വെഡ്ഡിങ് കാർഡ് ഉണ്ടായിരുന്നു റെഡ് കളറിൻ്റെ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത ലെറ്റേഴ്സാണ്. ഇതാണ് ആ വെഡ്ഡിങ് കാർഡ്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തതായിരുന്നു.
അങ്ങനെ ഞാൻ HBD ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ചരിച്ചുള്ള രീതിയിൽ ഞാൻ ഒട്ടിക്കാൻ പോവാണ്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ലെറ്റേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ അകത്തെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് പുറത്തുള്ള ഡെക്കറേഷൻ നമുക്ക് ഫ്രണ്ടിലുള്ള ഡെക്കറേഷൻ നമുക്ക് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ കുറച്ച് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഹാർട്ട് ഷേപ്പ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനീ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ മോളും കൂടെ വന്ന് നിന്ന് നോക്കുകയാണ് എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പേപ്പർ കട്ട് ചെയ്ത് എടുത്തേക്കിനെ കണ്ടപ്പോൾ ഹാർട്ട് ഷേപ്പ് കണ്ടപ്പോൾ അവൾക്ക് അത് വേണമെന്ന് പറഞ്ഞ് കരയുന്നത്. അപ്പോൾ അവൾ ഈ ഹാർട്ട് ഷേപ്പ് എന്നല്ല പറയുക, അവൾ അതിനെ ഫാമിലി എന്നാണ് പറയാറ്. എനിക്ക് ഫാമിലി വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇക്കാക്ക് ഉണ്ടാക്കാനാണ്, ഇക്കാക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ്, വാപ്പാക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവൾ ഓക്കെ ആയി, പിന്നെ പ്രശ്നമില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഇത് 3 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ബലൂണിൻ്റെ ഒരു ഫീൽ വരാനായിട്ട് ഞാൻ നൂലൊക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ബോർഡർ ഹാർട്ട് ഷേപ്പിൻ്റെ ബോർഡറൊക്കെ കൊടുത്തു. അതിനുശേഷം എൻ്റെ കയ്യിൽ റെയിൻബോ ടേപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ ഒട്ടിച്ചിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്തു. അപ്പോൾ നമ്മളുടെ DIY പോപ്പപ്പ് കാർഡ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ, വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അവസരം വരുമ്പോൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും നല്ല സിമ്പിൾ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത കാണിക്കാൻ പോകുന്ന ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇക്കാക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാർഡായിരുന്നു. അത് ഇക്ക സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളോട് കാണിക്കാൻ പറ്റി. ആ സമയത്ത് ഞാൻ ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതെങ്ങനെ ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാനും എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാർഡ് തന്നെയായിരുന്നു. പേപ്പർ കട്ടിങ് തന്നെയാണ്, പോപ്പപ്പ് കാർഡൊന്നുമല്ല, സാധാ ഫ്ലവർ ഓപ്പണിങ് പോലെയുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയുമായിട്ടൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു.